യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ലൈംഗിക ആരോപണ വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കി മുൻ ഭാരവാഹിയുടെ വക ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട്. രാഹുലിനേക്കാൾ വലിയ കാമവെറിയന്മാർ ഇപ്പോഴും പാർട്ടിയിലുണ്ടെന്നും മകളുടെ പ്രായമുള്ള പെൺകുട്ടികളെ പോലും ഇവർ വെറുതെ വിടുന്നില്ല എന്നും യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വാണി പ്രയാഗാണ് തുറന്നടിക്കുന്നത്. ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ നമുക്ക് നമ്മളുടെ അനുഭവ പരിജ്ഞാനത്തിൽ നമുക്ക് യാഥാർത്ഥ്യമെന്ന് ബോധ്യപ്പെട്ട പല സംഭവങ്ങളും ഇപ്പോഴാണ് മറനീക്കി പുറത്തു വരുന്നത്. പകൽ വെളിച്ചത്തിൽ ആദർശം പ്രസംഗിക്കുകയും രാത്രിയിൽ ഇരപിടിക്കാൻ ഇറങ്ങുകയും ചെയ്യുന്ന ക്രിമിനലുകൾ പാർട്ടിയിൽ സുരക്ഷിതരാണ് എന്ന് വാണി പ്രയാഗ് തന്റെ സോഷ്യൽ മീഡിയ കുറിപ്പിൽ ആരോപിക്കുന്നു. പാർട്ടിയിൽ മാത്രമല്ല, ഇത് എല്ലാ വിഭാഗങ്ങളിലുമുണ്ട്, എല്ലാ മതത്തിലുമുണ്ട്, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുമുണ്ട്, എല്ലാ വിഭാഗങ്ങളിലും ഇതുണ്ട്. എന്തായിരുന്നാലും ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇതാണ്: രാഹുലിനേക്കാൾ വലിയ പെർവേർട്ടുകൾ ഉണ്ടെന്നും വേറെയും ഉണ്ട് ഇവിടെ നിന്നാണ് അവർ തുടക്കം തന്നെ കുറിക്കുന്നത്. തീർച്ചയായിട്ടുമുണ്ട്. പിടിക്കുന്ന ആളുകളെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പീഡനങ്ങളുടെ വാർത്ത വരുമ്പോൾ മാത്രമേ നമ്മൾ ആ മുഖങ്ങൾ ശ്രദ്ധിക്കാറുള്ളൂ. പക്ഷേ അവരെ നഖശിഖാന്തം വിമർശിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ അഭിരമിച്ച് ജീവിക്കുന്ന, പിടിക്കപ്പെടാത്ത രൂപത്തിൽ തെറ്റുകൾ ചെയ്യാൻ കഴിവുള്ള ആളുകൾ ഇന്നുണ്ട്. ഇപ്പോൾ അവർ എഴുതുവാണ്: രാഹുലിനേക്കാൾ വലിയ പെർവേർട്ടുകൾ വേറെയും ഉണ്ട് ഇവിടെ, കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്, പരാതിപ്പെട്ടിട്ടുണ്ട്. അധികാരത്തിന്റെ തിളക്കം കാട്ടി ആദർശത്തിന്റെ വായ്ത്താരി പകൽ വെളിച്ചത്തിൽ കൊട്ടിപ്പാടി തൻ്റെ ഇരയെ പിടിക്കാൻ ഇറങ്ങുന്ന, ഒറ്റയ്ക്ക് കിട്ടിയാൽ കയറി പിടിക്കാൻ മടിയില്ലാത്ത, മകളുടെ പ്രായമുള്ളവരെ മാത്രം തിരഞ്ഞു പിടിക്കുന്ന സഹപ്രവർത്തകരുടെ നെഞ്ചിലെ ഷാളൊന്നു മാറിയാൽ ലിംഗമുദ്ധരിക്കുന്ന കാമവെറിയന്മാർ ഒരുപാടുണ്ട്. പലർക്കും തുറന്നു പറയാൻ പറ്റാത്തതാണ്. ശരി, നമുക്ക് ഈ പോസ്റ്റിലേക്ക് തന്നെ വരാം. പെട്ടുപോയ ഇടങ്ങൾ ഓർത്ത്, ആത്മാർത്ഥത പുഴുങ്ങി വിളമ്പിയ ദിവസങ്ങൾ ഓർത്ത് കാലങ്ങളായി ട്രോമയിൽ ജീവിക്കുന്ന ഒരുപാട് അതിജീവിതകൾ ഇവിടെയുണ്ട്. നിങ്ങൾ ഈ പറയുന്ന വിവാഹിതരും അല്ലാത്തവരുമായവർ, സ്ത്രീപക്ഷത്തിനൊപ്പം നിൽക്കേണ്ടവർ തന്നെ തികച്ചും ക്രിമിനലായ ഏതോ ഒരുത്തിനു വേണ്ടി സ്വയം സദാചാരവാദികളാകുമ്പോൾ, വെല്ലുവിളിക്കുമ്പോൾ നിങ്ങൾ അധിക്ഷേപിക്കുന്ന പെൺകുട്ടികൾ ഇത്തരം കുരുക്കുകളിൽ പെടുന്നതിൽ അതിശയമില്ല. കാരണം ഒരേ കാരണത്താലാണ് നിങ്ങളും അവരും പെട്ടുപോയിട്ടുണ്ടാവുക: ആരാധന. യഥാർത്ഥത്തിൽ അതിജീവിതകളായി ഇരിക്കുന്നതിനേക്കാൾ വലിയ അതിജീവനം വേറെയില്ല. പുരുഷൻ വിവാഹശേഷം ഒരു പ്രണയത്തിൽ അകപ്പെട്ടാൽ അത് വിവാഹേതര ബന്ധം. അവിടെ സ്ത്രീ ആയാൽ അവിഹിതം. പെട്ടുപോകുന്നവർക്ക് നീതി വേണം. ഇവിടെ മൂടപ്പെട്ടു പോയ ഒരുപാട് കഥകളിൽ ഒരു കഥാപാത്രമാണ് രാഹുൽ. ചികഞ്ഞാൽ ഇതിലും വികൃതമായ മുഖങ്ങൾ പുറത്തു വരും. സംരക്ഷിക്കുന്നവർക്കും നടപടിയെടുക്കാതെ പരാതികളെ ചവറ്റുകുട്ടയിൽ എറിഞ്ഞ് സ്വയം മാന്യരെന്ന് വിശ്വസിക്കാൻ ശ്രമിക്കുന്നവർക്കുമൊക്കെയുള്ള ചോദ്യമാണ് ഈ കുറിപ്പ്. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഒന്ന് മുഖമുയർത്തി നോക്കാൻ പോലും കെൽപ്പില്ലാതെ ഞാൻ അടക്കമുള്ള ഒരുപാട് പെൺകുട്ടികൾ പരാതികളുമായി വന്നിട്ടുണ്ട്. കിട്ടിയ മറുപടികളിൽ, നീതി നിഷേധിക്കപ്പെട്ട വാക്കുകളിൽ 1000 വട്ടം ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. മകളായി കരുതേണ്ടുന്ന മനുഷ്യ ജീവിയായി കരുതിയെങ്കിലും, മകളായി കരുതണ്ട, മനുഷ്യ ജീവിയായിട്ട് കരുതിയെങ്കിലും കൂടെ നിൽക്കണം എന്നതാണ് അവരുടെ പോസ്റ്റിൽ അവസാനിക്കുന്നത്. ഇതിനകത്തുള്ള ഒരു കമന്റ് കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കണം: രാഹുലിനേക്കാൾ വലിയ പെർവേർട്ടുകൾ വേറെയുമുണ്ട് ഇവിടെ, കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ അതെ എന്നാണ് പറയുന്നത്. കാരണം അനുഭവിച്ചിട്ട് അവരതിനകത്ത് കിടന്ന് വെങ്ങുവാണെന്ന് പുറത്തു പറയാൻ കഴിയാതെ. ഒടുവിൽ കമന്റുകൾ 2 ഇങ്ങനെയാണ്: 10 വർഷം ഭരിച്ച സർക്കാരിന് പെണ്ണ് കേസ് വേണം ഭരണത്തിൽ തിരിച്ചു വരാൻ, കഷ്ടം. അടുത്തത്: പെണ്ണിന്റെ മറയില്ലാതെ, വസ്ത്രമില്ലാതെ കാണുമ്പോൾ പുരുഷൻ ഇളകും, അതല്ലേ പുരുഷൻ, എന്തിന് ഷാളു മാറ്റണം എന്നതാണ് അടുത്ത ഒരു ചോദ്യം. എന്തു ചെയ്യും? ഇവർ തന്നെ ഇത്തരം ബലാത്സംഗ വീരന്മാരെ ന്യായീകരിക്കുമ്പോൾ, ഇവിടെ ബാലുശ്ശേരി പറഞ്ഞത് പുരുഷൻ പെണ്ണിനെ നോക്കും, അപ്പോൾ പെണ്ണിന് കാമവികാരമുണ്ടാകും. ആർക്ക്? പെണ്ണിനെ കാണുമ്പോൾ പുരുഷനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എക്സ്റേ പോലെ പുരുഷൻ ഇങ്ങനെ നോക്കുമ്പോൾ
പെണ്ണിനെ ഒരു ഇറച്ചി കഷ്ണമായിട്ട് പുരുഷൻ ഇങ്ങനെ കാണും അത്രേ. അപ്പോ കയറി പിടിക്കാൻ തോന്നുമെന്ന്. വേറൊരു താത്ത പറഞ്ഞത് ഹൈപ്പോതലാമസ് ഉദ്ദീപിക്കുമെന്നാണ്. ഒരു പക്ഷേ ഇതിനേക്കാളേറെ സ്ത്രീകളെ അധിക്ഷേപിക്കാൻ ആർക്കും കഴിയില്ല. അത്രയ്ക്കാണ് മുസ്ലിം പുരോഹിതന്മാർ പറയുന്നത്. ഒരു ഇ പി അബൂബക്കർ കാസിമി എന്ന് പറയുന്ന പുരോഹിതൻ വന്ന് പറയുന്നു, സ്ത്രീ പ്രസവിക്കാൻ പൂർണ്ണ ഗർഭിണിയായിട്ട് പ്രസവം പ്രതീക്ഷിച്ച് പ്രസവ പലകയിൽ നിൽക്കുമ്പോഴും ഉദ്ധരിച്ച കലപ്പയുമായി പുരുഷൻ വന്നാൽ സ്ത്രീ കിടന്നു കൊടുക്കണം, കൃഷി ചെയ്തിട്ട് അയാൾ പോയിക്കോട്ടെ. ഇനിയും ബാലുശ്ശേരി പറയുന്ന ഒരിക്കലും കേരളത്തിൽ ചർച്ചയാകാതെ പോയ, എന്നാൽ ഇതിനേക്കാളേറെ സ്ത്രീത്വത്തെ ഒരിക്കലും വിമർശിക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഒരു വോയിസ് ക്ലിപ്പ്. അതായത് എല്ലാ പീഡന വീരന്മാരെയും ന്യായീകരിക്കുന്ന ഇവനെയൊക്കെ ഒന്ന് കണ്ടുവയ്ക്കണം. ആരും കേരളത്തിൽ ചർച്ചയാക്കാതെ പോയ, സ്ത്രീത്വത്തെ ഇതിലേറെ അപമാനിക്കാൻ പറ്റാത്ത, ബലാത്സംഗങ്ങൾ വർദ്ധിക്കാനുള്ള കാരണത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള എല്ലാ മനഃശാസ്ത്രജ്ഞരും പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്കറിയോ 5 വയസ്സുള്ള പെൺകുട്ടികൾ വരെ ബലാത്സംഗം ചെയ്യപ്പെടാനുള്ള ഒരു കാരണം ആധുനിക ഫാസ്റ്റ് ഫുഡ്, അതായത് ആധുനിക ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് തടിച്ചു വെളുത്ത പെണ്ണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങോട്ട് കാണിക്കുന്ന ഡ്രസ് ഇടും. ഇന്ന് മക്കളെയൊക്കെ എടുത്തിട്ടൊരു സ്ത്രീ ട്രെയിനില്ലേ, ഞാൻ പറയുന്നത് നിങ്ങൾ സയൻസ് പറയുന്നത് പഠിക്കണം. അന്റെ ഈ കൈത്തന്റെ ഒക്കെ കാണിച്ച് കക്ഷമൊക്കെ കാണിച്ച് എല്ലാം കാണിച്ചിട്ടൊരു പെണ്ണ് പുരുഷനെ പറ്റി പഠിച്ചിട്ട് പറയുന്നത് അവന്റെ ഹോർമോൺ സ്ത്രീയേക്കാൾ 10 ഇരട്ടി ഉയർന്നു നിൽക്കും. ആ ഹോർമോൺ ഹൈയിലേക്കെത്തി എങ്ങനെ അറിയോ, കാഴ്ച കാണും തോറുമാണ്, സ്ത്രീയുടെ സൗന്ദര്യം കാണും തോറുമാണ്. അത് കാണും തോറും വികാരത്തിന്റെ സമ്മിറ്റിലേക്ക് അവനെത്തും. അങ്ങനെ എത്തുമ്പോ പിന്നെ അവനൊരു വികാര ജീവിയാണ്. അവന്റെ ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവിയാണ്. വിവേകം ബ്രെയിൻ നഷ്ടപ്പെടും. പിന്നെ അവനോട് പറയുന്ന മെസ്സേജ് എന്നറിയോ, 5 വയസ്സുള്ള പെൺകുട്ടിയെ പറ്റി അവന്റെ മനസ്സിലെന്നറിയോ, പെണ്ണേ എന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ പറ്റിയ ഇറച്ചി കഷ്ണമാണ് നീ. അതുകൊണ്ടാണ് പിടിച്ചുകൊണ്ട് അധ്യാപകർ വരെ കുട്ടികളെ പിടിക്കുന്നത്. മദ്രസയിൽ നടക്കുന്ന പീഡനങ്ങളൊക്കെ എന്താണ് കാരണമെന്ന് മനസ്സിലായോ? ഇതാണ്. ഇത് ഉസ്താദ് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും, എന്നാൽ എല്ലാ മുസ്ലിം പുരോഹിതന്മാർക്കും ഇങ്ങനെയൊന്നും ആയിരിക്കില്ലല്ലോ അഭിപ്രായം, എല്ലാവർക്കും ഇത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ മുസ്ലിം സ്ത്രീകൾ ഇതിനെ പ്രതിരോധിക്കണ്ടേ? നോക്കിക്കാം. ഒരു താത്ത ആകെ ഇളകി മറിഞ്ഞിട്ടുണ്ട്. താത്ത പറയട്ടെ. കടന്നേക്കാം, തുടങ്ങാം. മാറ്റങ്ങളുണ്ട്, അവർക്ക് ശാരീരികപരമായ വ്യത്യാസങ്ങളുണ്ട്. ഒരു പുരുഷന്റെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്, ഒരു പുരുഷന്റെ ലൈംഗിക തൃഷ്ണ എന്ന് പറയുന്നത് കാഴ്ചയാണ്. നഗ്നതയും അർദ്ധനഗ്നതയും കൊണ്ട് പുരുഷന്മാരുടെ ഹൈപ്പോതലാമസ് എന്ന ലൈംഗിക ഗ്രന്ഥി ഉത്തേജിപ്പിക്കപ്പെടുകയും അവിടെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണുകൾ, ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ സ്ത്രീയുടെ ശാരീരികാവസ്ഥ, ജൈവികാവസ്ഥ അങ്ങനെയല്ല. സ്ത്രീകൾക്ക് അങ്ങനെ കാഴ്ച കൊണ്ട് അവർക്ക് ലൈംഗിക മോഹം ഉണ്ടാവുകയില്ല. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പുരുഷ ഹോർമോണുകൾ, ടെസ്റ്റോസ്റ്റിറോണുകൾ പുരുഷ ശരീരത്തിൽ അടിഞ്ഞുകൂടുമ്പോൾ അത് തനിക്ക് ഉത്തേജിപ്പിക്കപ്പെടുന്ന വസ്തുവിനെ ആക്രമിക്കാനും കീഴടക്കാനുമുള്ള ഒരു ടെൻഡൻസി, അക്രമവാസന പുരുഷ ശരീരത്തിൽ ഉണ്ടാവുന്നു. അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു ഘട്ടത്തിൽ, ആ ഒരു അവസ്ഥയിലേക്കാണ് സ്ത്രീയെയും പുരുഷനെയും, ആൺകുട്ടിയും പെൺകുട്ടിയും ഒന്നിച്ചിരുത്തണമെന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് വന്നത്. എന്നാൽ നമുക്ക് മനസ്സിലായില്ലേ? ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ പെണ്ണിന് ഗർഭം ഉണ്ടാവും. അപ്പൊ കണ്ടില്ലേ, 16-കാരൻ 14-കാരിയെ പീഡിപ്പിച്ച് കൊന്നത് ഒക്കെ എന്താ കാരണം? ആണും പെണ്ണും ഒരുമിച്ചിരിക്കുന്നുണ്ടാ. പെണ്ണിന്റെ വസ്ത്രധാരണമാണ് കാരണം. എങ്ങനെയാ നമ്മുടെ നാട്ടിൽ പീഡനങ്ങൾ ഉണ്ടാകാതിരിക്കുക? എങ്ങനെയാ കൊലപാതകങ്ങളും ബലാത്കാരങ്ങളും ഉണ്ടാകാതിരിക്കുക? അവർക്ക് വെള്ളം കോരുന്ന കുറച്ച് അപ്പിക്കുപ്പായക്കാരികൾ വേറെയുണ്ട്. നന്ദി.